യുവനടി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ രഞ്ജിത്തിന് വേണ്ടപ്പെട്ടവരെയാണ് തിരികെ കയറ്റിയതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുന്നു. ഇതിനിടെ രഞ്ജിത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് തന്നെ ഈ സമിതിയിലെ അംഗമാണെന്ന വിവരം പുറത്തുവന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. വിവാദങ്ങൾ കടുത്തതോടെ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് വക്കാലത്ത് ഒഴിഞ്ഞെങ്കിലും നടി ICCയിൽ മുൻപ് പരാതി നൽകിയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ദുരൂഹത തുടരുകയാണ്. ഇരയായ നടി പരാതി നൽകിയിട്ടും അത് മുക്കാൻ സമിതിയിലെ രഞ്ജിത്ത് അനുകൂലികൾ ശ്രമിച്ചോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സമിതിയുടെ വിശ്വാസ്യത തന്നെ ഇതോടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായി രഞ്ജിത്തിനെ അതിക്രമം നടന്നുവെന്ന് പറയപ്പെടുന്ന കാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന അതേ കാരവാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യം നടന്ന സ്ഥലം നേരിട്ട് കണ്ട് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ സംഭവ ദിവസം കാരവാനിന് പുറത്ത് നടന്ന ചലനങ്ങൾ മനസ്സിലാക്കാൻ പരിസരത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇത് കേസിൽ രഞ്ജിത്തിനെതിരെ ശക്തമായ തെളിവായി മാറാൻ സാധ്യതയുണ്ട്. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന് കരുതുന്ന നടൻ ബോബി കുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ഇവർ രഞ്ജിത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകി എന്നാണ് സൂചന. ഇവരെ എപ്പോൾ വേണമെങ്കിലും പോലീസ് വിളിപ്പിച്ചേക്കാം. അതേസമയം ബോബി കുര്യനെയും ശാലിനിയെയും കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ ഉന്നത തലങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. സിനിമാ മേഖലയിലെയും രാഷ്ട്രീയത്തിലെയും ചില പ്രമുഖർ ഇവരെ രക്ഷിക്കാൻ ഇടപെടുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ നിയമത്തിന് മുന്നിൽ ആരെയും ഒഴിവാക്കില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. നിലവിൽ ജയിലിൽ കഴിയുന്ന രഞ്ജിത്ത് തികച്ചും നിരാശനാണെന്നാണ് ജയിലിൽ അധികൃതർ നൽകുന്ന സൂചന. പുറം ലോകത്തെ പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമത്തിലാണ് രഞ്ജിത്ത്. ഭക്ഷണത്തോട് താല്പര്യം കാണിക്കുന്നില്ല, മറ്റുള്ളവരോട് സംസാരിക്കാനും വലിയ താല്പര്യം കാണിക്കുന്നില്ല. തന്റെ കരിയറിലുണ്ടായ ഈ കറുത്ത പാട് രഞ്ജിത്തിന്റെ മാനസികാവസ്ഥയെ തളർത്തിയിട്ടുണ്ട്. ജയിലിലെ ഏകാന്തതയിൽ ഒന്നിനോടും താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂടുകയാണ് ഈ പ്രശസ്ത സംവിധായകൻ. രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യ ഹർജിയും വരും ദിവസം കോടതി പരിഗണിക്കും. ശനിയാഴ്ച കോടതി എടുക്കുന്ന തീരുമാനം ഈ കേസിൽ അതീവ നിർണായകമാണ്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രഞ്ജിത്തിന് കൂടുതൽ നാളുകൾ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ഇത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന് തന്നെ വലിയ തിരിച്ചടിയാകും. കേസിനാസ്പദമായ സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയുടെ സാന്നിധ്യം സംശയാസ്പദമാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുവനടി കാരവാനിൽ കയറിയ സമയത്ത് ശാലിനി പുറത്ത് കാവൽ നിന്നുവെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പീഡനശ്രമം നടക്കുമ്പോൾ പുറത്തു നിന്നുള്ളവർ അറിയാതിരിക്കാൻ ഇവർ ബോധപൂർവം അവിടെ നിലയുറപ്പിച്ചതാണോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ശാലിനിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും.